ആ ആ ശരി ശരി. ഉണ്ണി സാർ ആ രണ്ട് കുട്ടികള് മിസ്സിംഗ് ആയിട്ടുള്ള കേസ് എന്തായത്? 4 മണി വരെ കുട്ടികൾ ട്യൂഷൻ സെന്ററിൽ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. 4 മണിക്ക് ശേഷമാണ് മിസ്സായത്. ആ എന്തായാലും എനിക്ക് അതിന്റെ ഡീറ്റെയിൽ ഒന്ന് വേണം. ആ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു കക്ഷിയുടെ. ശരി സാർ. നോക്കിയോളൂ. Excuse me, sir. Thank you, sir. എന്താണ് സർ, ഞങ്ങൾ ഡോഗ്സ് ഓൺ കൺട്രിയുടെ പ്രവർത്തകരാണ്. തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുന്ന സംഘടന. ആ ആ ഓ ഓ ഞങ്ങൾ സീരിയസ് ആയിട്ടൊരു കേസ് പറയാൻ വന്ന ഓഹോ സർ ഉചിതമായ നടപടി എടുക്കണം. ഓ കംപ്ലൈന്റ്. This is our complaint. ഇത് അത്ര വലിയൊരു കേസാണോ? ഇതൊരു പട്ടിയാത്ത കാര്യമല്ല. അത് കുഴിച്ചിടുകയും ചെയ്തല്ലോ, പിന്നെന്താ കുഴപ്പം? സാർ, സാറിനെ പോലെ വിദ്യാഭ്യാസമുള്ളവർ ഇങ്ങനെ സംസാരിക്കരുത്. Call her dog or petty. Yeah. കേവലം പട്ടി എന്നൊക്കെ വിളിച്ച് അവളെ ആക്ഷേപിക്കരുത് സാർ, പ്ലീസ്. അല്ല, പട്ടിയെ പിന്നെ പട്ടി എന്നല്ലാതെ പിന്നെ Sir, you see, this is a case of murder. Murder. കൊലപാതകമാണ്, കൊലപാതകം. ഇത് അത്രയൊക്കെ വലുതാക്കണോ? വേണം സാർ, വേണ്ടി വന്ന ബോഡി പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തണം. സാധാരണ ബന്ധുക്കൾ ആവശ്യപ്പെടുമ്പോഴാണ് ഞങ്ങൾ അതിന് പുറകെയൊക്കെ പോവല്. സാർ, ഞങ്ങൾ ആവശ്യപ്പെട്ടാ പോരെ? ഞങ്ങളുടെ കുട്ടിയാണ് അവൾ. അത് മനസ്സിലായി. We are relatives. അതെ. ഞങ്ങളിപ്പോ രണ്ട് കുട്ടികൾ മിസ്സിംഗ് ആയ കേസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുക. സാർ ആ കുട്ടികളെ വിട്ടിട്ട് ഞങ്ങളെ പട്ടിയെ കുറിച്ച് അന്വേഷിക്കും സാർ. അതെ. അല്ല, അത് കേസ് ഏത് അന്വേഷിക്കണം എന്നുള്ളത് ഞങ്ങൾ ഇവിടുന്ന് സ്റ്റേഷൻ വഴി നോക്കിക്കോളാം. നിങ്ങൾ പരാതി തന്നല്ലോ. വേണ്ട പോലെ ഉചിതമായ തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പുമായി ബന്ധപ്പെടേണ്ടി വരും, കോടതിയുമായിട്ട് ബന്ധപ്പെടേണ്ടി വരും. എന്നാ പിന്നെ നിങ്ങൾ അങ്ങനെ ബന്ധപ്പെടൂ. അല്ല, നിങ്ങൾ സീരിയസ് ആയി എടുക്കണം. ഇപ്പൊ നിങ്ങൾ ഈ കേസിൽ പരാതിപ്പെട്ടിട്ടുള്ള ഈ രണ്ട് വ്യക്തികളുണ്ടല്ലോ, ഈ സത്യശീലനും പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ മണ്ടോദരി. ഞാൻ അവരുമായിട്ടൊരു അന്വേഷണം നടത്തിയിട്ട്. അന്വേഷിക്കണം സാർ, അന്വേഷിച്ചറിയാം. ഈ മണ്ടോദരി എന്ന് പറയുന്ന സ്ത്രീ ഞങ്ങളുടെ മുഖത്ത് നോക്കിയാണ് പറഞ്ഞത്. ഞങ്ങളുടെ പെറ്റിനെ തല്ലിക്കൊന്നു. Yes. സാർ, ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയിട്ടാണ്. അതെ. അപ്പൊ ഞാൻ ഈ വ്യക്തികളായിട്ടൊന്ന് ഒരു ചർച്ച വെച്ചിട്ട് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കട്ടെ. അതിനുശേഷം ഞാൻ നിങ്ങളെ വിളിപ്പിക്കാം. ഞങ്ങൾ ബഹളം വെച്ചതല്ല സാർ, ഞങ്ങളുടെ വിഷമം പറഞ്ഞതാ. അതെ, മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളുടെ കുട്ടിക്ക് നീതി ലഭിക്കും. ഇനി ഒരു പെറ്റി ഇനി മാരും ഇതുപോലെ ചെയ്യാൻ പാടില്ല. അല്ലല്ല, എന്ത് ചെയ്യുമ്പോഴും ഞങ്ങളുടെ പെറ്റിയുടെ മുഖം സാറിന്റെ മനസ്സിലുണ്ടാവണം. തക്കതായ ശിക്ഷ എടുത്തോ. സർ, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യണോ? വേണമെന്നില്ല. ഞാൻ ഈ കാര്യം ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങളെ വിളിപ്പിക്കാം കേട്ടോ. അനുകൂലമായ ഒരു ഓ താങ്ക് യു സാർ, താങ്ക് യു. ഞങ്ങൾക്ക് വിശ്വസിക്കാമല്ലോ. പിന്നെന്താ. ഓക്കെ സർ. താങ്ക് യു. ഇതിലിപ്പോ ആരാ പട്ടി, ഏതാ പെറ്റി? നിന്റെ പേര് സത്യശീലൻ. ഇതിന്റെ ഭാര്യ. താൻ തന്റെ വീട്ടിലൊരു പട്ടിയെ കൊന്നു കുഴിച്ചു കൂടിയെന്ന് കേട്ടല്ലോ, സത്യാണോ? സത്യാണ് സാർ. എന്താ ഈ പറയണത്? അങ്ങനെ പറയരുത്. നമ്മൾ കൊന്നിട്ടില്ല സത്യശീല, കൊന്നിട്ടില്ല കേട്ടോ. കൊന്നിട്ടില്ല എന്നല്ല ഇപ്പൊ നമുക്ക് തെളിയിക്കേണ്ടത്. വലിയ പ്രശ്നാത്. അതുകൊണ്ടാ ഈ പറയണേ. ആള് ജയിലിലാ പോവും. അപ്പൊ അങ്ങനെ അതിനനുസരിച്ച് പറയൂ. ഇത് എന്തിനിപ്പ കരയണത്? ഞാൻ വളരെ സൗഹാർദ്ദത്തിലല്ലേ ചോദിക്കണത്. ഇപ്പൊ കരയണ്ട. അല്ല സാർ ഇങ്ങനെ ചോദിച്ചപ്പോ അല്ല എന്താ കാരണം എന്നറിയോ? വേറെ സാറുമാരാവും ചിലപ്പോ നിങ്ങളോട് ചോദിക്കുക, ഞാനായിരിക്കില്ല. അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചാലും നിങ്ങൾ ഇവിടെ ഉറച്ചു നിൽക്കണം. മാറ്റം വരരുത്. ഇല്ല. താൻ തന്റെ വീട്ടിലൊരു പട്ടിയെ കൊന്നു കുഴിച്ചു മൂടി എന്ന് പറഞ്ഞ കേട്ടല്ലോ, സത്യാണോ? സത്യല്ല. പിന്നെന്താണ്ടായത്? സാറേ, പട്ടിയെ കൊന്നത് ഇവളാണ്. എന്താ ഞാൻ പോകട്ടോ, ഒന്നും നടക്കണ കാര്യമല്ല അത്. നിങ്ങളോടിപ്പോ എന്താ ഞാൻ പറഞ്ഞത്? ഞാൻ ഇപ്പൊ നിങ്ങളുടെ റിഹേഴ്സൽ എടുക്കാൻ വന്ന നാടകത്തിന്റെ യൂണിഫോം ഇട്ടിട്ട്. അപ്പൊ പറയണത് ശ്രദ്ധിക്കൂ, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. അത് സാറേ, ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ പറഞ്ഞാൽ എന്തായാലും നുണയാണെന്ന് ആളുകൾ മനസ്സിലാക്കും. പിന്നെന്ത് ഇവള് പറയും. അത് ശരിയാ. പെണ്ണുങ്ങളാവുമ്പോ അതിന്റെ ഒരു പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് അവരോട് പറഞ്ഞോളൂ. അത് ശരി, അത് മതി. അതാ പറഞ്ഞോളൂ. അപ്പൊ എന്താണ്ടായത്? രാവിലെ ഏകദേശം ഒരു 6-6:30 ഒക്കെ ആയി കാണും സാറേ. ആ സമയം എങ്ങനെ നിങ്ങൾക്ക് ഇത്ര കൃത്യമായിട്ട് മനസ്സിലായി? അതെ, എന്ന് ഞാൻ പാല് മേടിക്കാൻ പോണത് ആ സമയത്താ. അത് തരക്കണം, അത് നല്ലതാ. എന്നിട്ട്
മതി 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 ഇത് മതി മതി. ഇത് കറക്റ്റാ. അതെ. ഇതേ പറയാവൂ ആര് ചോദിച്ചാലും കേട്ടോ. അപ്പൊ പരാതിയുടെ ഭാഗമായിട്ട് ആ പട്ടി സ്നേഹികളുമായിട്ടൊരു ചർച്ച വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങളെ വിളിപ്പിക്കും. അപ്പൊ ഇത് തന്നെ പറയണം ഈ പറഞ്ഞത്. നീ മാറ്റില്ല കേട്ടോ. ഈ ഡോഗ്സ് ഓൺ കൺട്രിയുടെ പ്രവർത്തകർ പറയുന്നത് പോലെ അവരുടെ പെറ്റി എന്ന് പറയുന്ന ഒരു ഡോഗിനെ നിങ്ങൾ വളരെ ദാരുണമായി തല്ലിക്കൊന്നു എന്ന് പറയുന്നതിൽ വല്ല സത്യമുണ്ടോ? ഒരു സത്യമല്ല. ഇല്ല സാർ. ഒരു പച്ചക്കള്ളം. നമ്മൾ ഇവിടെ ഒരു തർക്കത്തിനുള്ള വേദിയല്ല കേട്ടോ, ഇതൊരു കോംപ്രമൈസിനുള്ള വേദിയാണ്. അന്ന് സംഭവിച്ചത് എന്താന്ന് ഞാൻ പറയാം. പറയൂ. രാവിലെ ഏകദേശം ഒരു 6-6:30 ആയി കാണും സാറേ. അതെങ്ങനെ നിങ്ങൾക്ക് ഇത്ര കൃത്യമായിട്ട് സമയം മനസ്സിലായി? എന്നും ഞാൻ പാല് മേടിക്കാൻ പോകുന്ന ആ സമയത്താണ്. നമ്മളെ പാല് മേടിക്കില്ല. ഓക്കെ. എന്നിട്ട് ഞാൻ പാൽപാത്രമായിട്ട് മുറ്റത്തേക്ക് ചെല്ലുമ്പോ കാക്ക എന്തോ ഇങ്ങനെ കൊത്തി വലിക്കുക. എന്താന്ന് നോക്കാൻ വേണ്ടിട്ട് ഞാൻ ഓടിച്ചെന്നപ്പോ ഒരു പട്ടി ചത്ത് കിടക്കുക. എനിക്കാണെങ്കി അത് കണ്ടിട്ട് ആകെ അറപ്പായിട്ട് വയ്യ. ഒരു നാറ്റവും വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അപ്പനെ ഏട്ടനെ വിളിച്ചു. ഏട്ടാ ഓടി വാ എന്ന് പറഞ്ഞിട്ട് ഒരാളെ പറഞ്ഞാ മതി. ഞാൻ ഓടി വാ എന്ന് പറഞ്ഞപ്പോഴേക്കും ഏട്ടനാണെങ്കിൽ അപ്പൊ എണീറ്റ് വരുന്ന ഒരു സമയാണ്. എന്താ മണ്ടു അവിടെ ഒരു നാറ്റം എന്ന് ചോദിച്ചിട്ടാ ഏട്ടൻ വന്നത്. ഞാൻ പറഞ്ഞു ഏട്ടാ ഓടി വാ ഇവിടെ വന്ന് നോക്കെന്ന് പറഞ്ഞു. ഏട്ടൻ വന്ന് നോക്കുമ്പോ ഇതിനെ കണ്ടു. എന്റെ മണ്ടു ആകെ നാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇത് വച്ചോണ്ടിരിക്കാൻ പറ്റില്ല, നമുക്ക് ഇതിനെ കുഴിച്ചിടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ഏട്ടാ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഏട്ടന് ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാനും കൂടി സഹായിച്ചു. എന്നിട്ട് ഞങ്ങൾ ഒരു കുഴി വെട്ടി അതിനെ മൂടി. അത്രേ ഉള്ളൂ. അപ്പോ ഗാഡിയിൽ പട്ടീനെ കൊടുക്കുന്നുണ്ടോ? മിസ്റ്റർ എന്താണ് അദ്ദേഹത്തിന് അത്ര ഇഷ്ടമായിരുന്നു പറ്റി. അല്ല പെറ്റിക്ക് പറ്റേണ്ടത് പറ്റി. ഇനിയിപ്പോ നമ്മൾ അതിന്റെ മുകളിലൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഇവര് പറയുന്നത് കെട്ടിച്ചമച്ച കഥയാണ്. ഇവരുടെ അച്ഛൻ വരട്ടെ, അച്ഛനാണ് സാറിനോട് പറഞ്ഞത് പട്ടിയെ തല്ലി കൊല്ലുന്നു ഈ സ്ത്രീ. അച്ഛനാ? ഇവരച്ഛൻ പറഞ്ഞ് വിശ്വസിക്കരുതിട്ടോ. ഇവരച്ഛന് 86 അത്തും പുത്തും ആയിക്കണേ. ഇവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാണോ പട്ടി കേസ്. അപ്പൊ എന്നോട് പറഞ്ഞു ഞാനാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി, അങ്ങനെയൊക്കെ പറയുന്ന ആളാ. ഞാനൊരു കോംപ്രമൈസിന് ഇടപെടുന്നത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത്. നമ്മളൊരു ജീവി മരിച്ചു കഴിഞ്ഞു, അതിനെ ഭംഗിയായിട്ട് ഇവർ മറവ് ചെയ്ത് കഴിഞ്ഞു. ഇനി തുടർന്നുള്ള മറ്റ് ജീവജാലങ്ങൾക്കുള്ളൊരു സംരക്ഷണം എന്നുള്ളത് നമ്മൾ നോക്കിയാൽ പോരെ. ഇത് കുത്തിപ്പോക്കി ഇനി ഒരു വലിയ പ്രശ്നത്തിലേക്ക് എത്തണോ? വേണ്ട. മാത്രമല്ല എന്ത് തെറ്റ് ചെയ്യുന്നോ നിങ്ങൾ പറയുന്നത്? എന്ത് തെറ്റ് ചെയ്യുന്നോ പറയുന്നത്? സാറ് പറയുന്നത് നിങ്ങൾ കേട്ടാലും അല്ല, നിങ്ങൾ ഇവിടെ തർക്കവേദിയാക്കി മാറ്റരുത്. ഇത് അതിനുള്ള സ്ഥലമല്ല. ഞാൻ പറയുന്നത് കേൾക്കൂ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റുകാരാണ്, കുറ്റക്കാരാണ്. നിങ്ങളിപ്പോ പറഞ്ഞ കഥ കേട്ടിട്ട് എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോ അതിലൊരു ജെന്യുവിനിറ്റി ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ അതിനൊരു അന്വേഷണം നടത്താം. നിങ്ങൾക്ക് കോടതിയിൽ പോവാം. IPC 428, 429 വകുപ്പുകളുണ്ട്. അത് വെച്ച് സാറും കൊടുക്കും. നിങ്ങൾ അങ്ങനെ നിയമം വകുപ്പ് തന്നെ പഠിപ്പിക്കണ്ട. സെക്ഷൻ 11(3)(b) 9(438 അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായകളെ പിടിച്ച് നശിപ്പിക്കാനുള്ള വകുപ്പുകളാണ് ഇതൊക്കെ. അങ്ങനെ വകുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മള് ഒരു നല്ല രീതിയിൽ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുക. നമ്മുടെ രാജ്യത്ത് അല്ലാതെ തന്നെ ഇതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനിടയിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ഊതി വീർപ്പിച്ച് വെറുതെ നമ്മുടെ ഒന്നും സമയങ്ങൾ കളയരുത്. സാറ് പറഞ്ഞു ഞങ്ങൾ അനുസരിച്ചു. ഇനി അവരും കൂടി കേട്ടാ മതി. അങ്ങനെ അനുസരിക്കാൻ പറ്റില്ലല്ലോ. മനുഷ്യന്റെ ജീവന് അസുഖം വരും, രോഗം വരും എന്നൊക്കെ പറഞ്ഞ് എത്ര കണക്കിന് താറാവുകളെ കൊന്നൊടുക്കിയത്, എത്ര ജീവനാണ് നശിപ്പിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? മനുഷ്യന്റെ ജീവന് പ്രാധാന്യമുള്ളതുകൊണ്ട് തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ എയ്ഡ്സ് രോഗം പോലത്തെ മാരരോഗങ്ങൾ വരുന്ന മനുഷ്യരില്ലേ, അവരിൽ നിന്ന് അത് സാധാരണ മനുഷ്യരിലേക്ക് പകരുമെന്ന് കരുതി എന്തുകൊണ്ട് നിങ്ങൾ ആ മനുഷ്യരെ കൊല്ലുന്നില്ല? എന്താ നിങ്ങളുടെ പ്രശ്നം? ജീവൻ എല്ലാ ജീവികൾക്കും ഒരുപോലെ പ്രാധാന്യം ഉണ്ടെന്നാണോ, അതോ നിങ്ങൾ പറയുന്ന ചില മൃഗങ്ങൾക്ക് മാത്രം സംരക്ഷണം മതി എന്നാണോ? എല്ലാ ജീവജാലങ്ങൾക്കും പ്രാധാന്യമാണ്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യനെ ആന ചവിട്ടിക്കൊന്നാൽ ഈ ആനയ്ക്ക് ശിക്ഷയുണ്ടോ? അങ്ങനെ ഒരു നിയമം നമുക്കുണ്ടോ? ഒരു മനുഷ്യനെ കടിച്ചു കീറിയ പുലിക്ക് ശിക്ഷയില്ല, തൂക്കയറിയില്ല, കോടതിയില്ല. ഇങ്ങനെ നാനാ തരത്തിലുള്ള അപകടങ്ങള് മൃഗങ്ങളായാലും മനുഷ്യരായാലും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
അപകടകാരികളായിട്ടുള്ള മനുഷ്യനാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും അതിന് ശിക്ഷ വിധിയാക്കും. അത് സ്വാഭാവികമാണ്. നിയമമില്ലെങ്കിൽ മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി അവൻ എന്തെങ്കിലും ഒന്ന് കണ്ടെത്തും. എത്രയോ ആളുകൾ ജോലി കഴിഞ്ഞ് രാത്രി സമയങ്ങളിൽ വരുമ്പോൾ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ നായ്ക്കൾ കാരണം, ഈ പട്ടികൾ കാരണം. സ്കൂൾ കുട്ടികൾ അപകടത്തിൽപ്പെടുന്നുണ്ട്. നിങ്ങളിതൊക്കെ അന്വേഷിക്കുന്നുണ്ടോ? എവിടെ? നിങ്ങൾ ഈ മൃഗത്തിന്റെ കാര്യം ഇപ്പൊ തന്നെ ഇദ്ദേഹം പറഞ്ഞു, കുട്ടിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, പട്ടിയുടെ കാര്യം പറയാൻ. നിങ്ങൾ എന്തെങ്കിലും ഒരു സംഗതി, ഒരു സംഘടന ഉണ്ടാക്കിയാൽ അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് പോരുത്. ഇവിടെ ബീഫ് കഴിച്ചൊരു മനുഷ്യനെ കൊന്നു, ബീഫ് കഴിച്ചൊരു പട്ടിയാരും കൊല്ലുന്നില്ല. അപ്പൊ ഇതെന്ത് നിയമമാണ്? അപ്പൊ നിങ്ങൾ തുല്യ പ്രാധാന്യമാണ് എല്ലാ ജീവജാലങ്ങൾക്കും നൽകുന്നതെങ്കിൽ നിങ്ങളുടെയൊക്കെ സഹജീവികളായ മനുഷ്യരെ കൂടി ആ ഗണത്തിലൊന്ന് പെടുത്തണം. അതിനുള്ള ഒരു മനസ്സും കൂടി നിങ്ങൾ കാണിക്കണം പ്ലീസ്. മറിമായത്തിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതുവരെ, അതായത് 15 വർഷമായി നമ്മുടെ മറിമായം ഇങ്ങനെ സക്സസ്ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളത്തെ നമ്മുടെ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി തന്നെ മനോരമ മാക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.